സുഹൃത്തുക്കളെ, ഞാനിന്ന് DJയുടെ ഒരു ആക്ഷൻ പ്രോ ക്യാമറ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയായിരുന്നു. അതിൻ്റെ ഒരു അൺബോക്സ് വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇത് ഞാൻ SBI നിന്നാണ് ഇത് വരുത്തിയത്. SBIയുടെ കാർഡ് വെച്ചാണ് അത് വാങ്ങിയത്. അപ്പോൾ ഒരു 4000 രൂപ എൻ്റെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ വേറെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ആക്ഷൻ പ്രോ. ഇതിൻ്റെ കോംബോയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അതിനകത്ത് കുറച്ച് അക്സസറീസും കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വില 46,000 രൂപ. നമുക്ക് ഏകദേശം 42,000 രൂപയ്ക്ക് കാർഡ് വെച്ച് വാങ്ങിയോണ്ട് അതിൻ്റെ കിട്ടിയായിരുന്നു. ഈ ക്യാമറ, ഇതാണ് അതിൻ്റെ നമ്മൾക്ക് സ്റ്റിക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ബാറ്ററിയാണ്. ഈ ക്യാമറയുടെ കവറാണ്. ഇതാണ് ക്യാമറ. ഇത്രയേ ഉള്ളൂ നമുക്കിവിടെ വയ്ക്കാതിന്. നമുക്ക് ഇതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന സ്ക്രൂകളാണ് ഇതൊക്കെ. ഇത് നമ്മൾ ഹെൽമെറ്റിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഉള്ള ഒരു ക്ലാമ്പാണിത്. ഇതും ഒരു ക്ലാമ്പാണിത്. നമുക്ക് സ്റ്റിക്കിലൊക്കെ വെച്ച് ഫിറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയുള്ള ക്ലാമ്പുകളാണ്. ഇതിങ്ങനെ നീട്ടാം നമുക്ക്. ഇത് നമ്മൾ ഈ കോംബോ വാങ്ങിക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് ബാറ്ററിയും കൂടെ ഉണ്ട്. നമുക്ക് എക്സ്ട്രാ ബാറ്ററിയും കൂടെ കിട്ടും. നമുക്ക് എക്സ്ട്രാ ഇതിനകത്ത് ബാറ്ററിയും കൂടെ, എക്സ്ട്രാ 3 ബാറ്ററിയും കൂടെ ഉണ്ട്. അപ്പം ഇത് ഏകദേശം ഒരു 3 മണിക്കൂർ ബാക്കപ്പ് കിട്ടുമെന്നാണ് പറയുന്നത് കമ്പനി. ഇത് അതിൻ്റെ പോർട്ട്. ഇത് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല. ഇത് എൻ്റെ വേറെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇത് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല. ഇത് അതിൻ്റെ കാറ്റലോഗാണ്. ക്യാമറ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ബാറ്ററി, ഇതിനകത്ത് 3 ബാറ്ററിയിൽ 3 ബാറ്ററി ഉണ്ട്. അതിനകത്ത് ഒരു ബാറ്ററി നമുക്ക് ഇതിനകത്ത് ഇട്ടാലേ നമുക്ക് ആദ്യം ഓൺ ചെയ്യണം.
ഇത് നമുക്ക് ബാറ്ററി എടുക്കാനുള്ള ഒരു ഇതും കൂടെയാണ്. ഇതിനകത്ത് ഇങ്ങനെ പോലെ ഇളക്കാൻ വേണ്ടി. നമുക്ക് ഓണാക്കി നോക്കാം. ഇതാണ് പവർ ഓൺ. ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് ആപ്പ് ആണ് ഡൗൺലോഡ് ചെയ്യണം. ഇതിനകത്ത് മൊബൈലിൽ നമുക്ക് ആദ്യം ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഒരു സ്കാനർ എടുത്തിട്ട് നമുക്ക് ഡേറ്റ് കൊടുക്കാം. ഇന്ന് ആദ്യം മന്താണ് വരുന്നത്. എന്നാൽ ഡേറ്റ് 25/3/2025. ടൈം കൊടുക്കാം 11:47. ക്വിക്ക് സ്റ്റാർട്ട്. ഓക്കെ, ഇതാണ് ഇതിനെ ഓപ്പൺ ചെയ്യണം. ബാറ്ററി കുറച്ചേ ഉള്ളൂ ചാർജ്. നമുക്ക് ഒന്ന് റെക്കോർഡിങ് കൊടുത്ത് നോക്കാം. റെക്കോർഡ് ചെയ്യുന്നു. നമുക്കിതിനെ ഓക്കെ, ഇത് റെക്കോർഡായി. നമുക്കിതിനെ കാണണമെങ്കിൽ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തതാണ്. ഇതിനകത്ത് റെക്കോർഡ് ചെയ്തതാണ്. നമുക്കിതിനെ മൈക്ക് കണക്ട് ചെയ്യണം. എങ്ങനെ നോക്കാം. നമുക്ക് ഈ മൈക്കിനെ നമുക്ക് പെയർ ചെയ്യാനാണ് ഇതിനകത്ത്. നമുക്ക് ആദ്യം ഇതിനെ ഓണാക്കണം. ഓണാക്കിയതിന് ശേഷം ഇതും നമുക്ക് ഈ ഇവിടെ ഒരു റെക്കോർഡിംഗ് ബട്ടൺസ് പോലെയാണ്, അതും ഇതും കൂടെ പെയറിംഗ് ബട്ടൺസും കൂടെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴൊരു ബ്ലൂ ലൈറ്റ് കത്തും. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയാണ് പെയർ ചെയ്യുന്നത്. അപ്പം പെയർ ആയിട്ടുണ്ട്. കണ്ടിന്യൂ. ഇപ്പോൾ ഈ ഹലോ, ഈ മൈക്ക് പെയർ ആയിട്ടുണ്ട്. ഈ ഗ്രീൻ ലൈറ്റ് വരുമ്പോഴാണ് നമുക്ക് ബ്ലൂ ലൈറ്റ് കിടന്നാൽ ഇപ്പം നമ്മൾ ഈ ബ്ലൂ ലൈറ്റ് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ആവില്ല. ബ്ലൂ ലൈറ്റ് ഈ അടുത്ത് നമുക്ക് ഇതിനകത്ത് ഒന്നും കൂടെ ഈ ഓഫ് പ്രസ് ചെയ്യുമ്പം ഗ്രീൻ ലൈറ്റ് ആവും. ഗ്രീൻ ലൈറ്റ് ആകുമ്പോഴാണ് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഉണ്ടാവുന്നത്. ഈ ഗ്രീൻ ലൈറ്റ് ആകുമ്പോഴാണ്. ബ്ലൂ ലൈറ്റ് ആകുമ്പം അത് ഉണ്ടാവത്തില്ല, നോയിസ് ക്യാൻസലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് മൈക്ക് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു മൈക്കുണ്ട്, അതും കൂടെ ഞാൻ ഇതുപോലെ തന്നെയാണ് അത് കണക്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഇതിനകത്ത് ഒരു ഇതിനെ നമുക്ക് പെയർ ചെയ്യാം. ആദ്യം ഇതിനെ ഓണാക്കണം.
ഓണാക്കി. എന്നിട്ട് അടുത്ത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഈ ഈ റെഡ് ബട്ടൺസും ഈ പെയറിങ് ബട്ടൺസും കൂടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഇവിടെ ബ്ലൂ ലൈറ്റ് കത്തും. അപ്പോൾ ഇങ്ങനെ ബ്ലൂ ലൈറ്റ് കത്തും. എന്നിട്ട് നമ്മൾ ഈ പെയറിങ് ബട്ടൺസിനെ പ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം അടുത്ത മൈക്ക് കണക്റ്റ് ആവും. ഇപ്പോൾ ഇതിനകത്ത് കണക്റ്റ് ആവും. അടുത്ത മൈക്കും കണക്റ്റായി. അപ്പം അങ്ങനെ 2 മൈക്കും. ഇതിപ്പം വേണ്ട, ഇത് നമുക്ക് ഇതിനെ ഗ്രീൻ ആക്കണം, ഇതിനെയും ഗ്രീൻ ആക്കണം. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് സെറ്റിങ്സ് ഉണ്ട്. ഇത് ഓഫായിട്ട് ഓണാക്കുമ്പം നമുക്ക് ഇത് നോയ്സ് ക്യാൻസലേഷൻ അത് ഒരു സെറ്റിങ്സ് ഉണ്ട്. അപ്പം മറ്റേത് നമ്മളിത് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഓണാക്കുമ്പോൾ പിന്നെ അത് ബ്ലൂവിലോട്ട് പോകും. നമുക്ക് ഇതിനകത്തൊരു സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. റെക്കോർഡിങ്. ഇപ്പോൾ 2 മൈക്കും ഹലോ, 2 മൈക്കും ഇപ്പം വർക്കാണ്. ഹലോ, ഇതാണ് ഈ മൈക്ക്. ഇതിനകത്ത് 2. പിന്നെ നമുക്ക് നമ്മളെടുത്ത വീഡിയോ നമ്മളെ ലാപ്പിലോ ഈ സി പോർട്ട് ഈ സൈഡിലാണ്. ഇതിനകത്തൊരു സി പോർട്ടുണ്ട്. ഇതിങ്ങനെയാണ്. ഇങ്ങനെ താഴോട്ടാണ് തുറക്കണം. ശരി, പകരം പാടാണ്. ഇതിനെങ്ങനെ തുറന്നിട്ട് നമുക്ക് ഈ സി പോർട്ട് ഈ ലാപ്പിലുള്ള നമുക്കിതിനകത്ത് ഇങ്ങനെ വരും. അപ്പോൾ ഇതിപ്പം നമുക്ക് ഇതിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഇതിനെ ഡിസ്കണക്ട് ചെയ്ത് തരാം. അത് നമുക്കിതിന് തമ്മിൽ പെയർ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോവുക. പിന്നെ ഇതിനകത്ത് സെറ്റിങ്സിനകത്ത് USB മോഡ് ഇതിനകത്ത് പോവുക. ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മളെ ലാപ്പിലെ USB പോർട്ടിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലാപ്പല്ലെങ്കിൽ നമ്മളെ ആപ്പിളിൻ്റെ ഐപാഡിലാണ് ഞാനിപ്പോൾ ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ അതിനകത്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കണക്റ്റഡ് ആവും. ഇല്ലെങ്കിൽ നമുക്ക് ആ സെറ്റിങ്സിനകത്ത് പോയിട്ട് USB പോർട്ട് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഇത് ലിങ്കായി. അപ്പം നമുക്കിതിൻ്റെ എടുക്കുന്നത് നമുക്ക് ഇവിടെ വരും. DJയുടെ ആക്ഷൻ പ്രോയിൽ ഇതിനകത്ത് വീഡിയോ വരും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത വീഡിയോ ആണ് ഇത് കാണുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഇതിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. ഇങ്ങനെയാണ് ഇതിനെ എന്നിട്ട് നമുക്ക് ഇതിനടുത്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്ത് നമുക്കിപ്പം ഏതെങ്കിലും ഇത് കെയിൻ മാസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് കൊണ്ടുവന്ന് കോപ്പി ചെയ്ത് കൊടുത്തത്. കോപ്പി എടുത്ത് ബാക്കി നമുക്ക് അറിയാമല്ലോ. അപ്പം ഇങ്ങനെയാണ് ഇതിനകത്ത് സെറ്റിങ്സിനകത്ത് പോയിട്ട് USB പോർട്ടുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടിലും ലാപ്പിലും ഇതിനകത്ത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കണക്റ്റാക്കി നമുക്ക് ഫയൽ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാനും കഴിയും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത്. ഇതിനകത്ത് ഇതൊന്നും ഇതിൻ്റെ കൂടെ ഉള്ളതല്ല. ഈ കോംബോ ഇതിനകത്ത് ഈ സ്റ്റിക്ക്, ഈ സി പോർട്ട്, ക്യാമറ, പിന്നെ ഈ ബാറ്ററിയുടെ കേസും, ബാറ്ററി കേസും, പിന്നെ ഇത് ക്യാമറയുടെ ഒരു കേസാണ്. ഇത്
നമുക്ക് വേറെ തറയിലൊന്നും വീഴുമ്പോൾ ഇല്ലാതാവാതിരിക്കാൻ വേണ്ടി. പിന്നെ ഈ 2 ക്ലാമ്പ്, ഈ സ്ക്രൂ, ഇത്രയും സാധനമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം.